ഹായ് ഹലോ. അപ്പം നമ്മളിന്ന് മുട്ട പുഴുങ്ങിയിട്ട് റോസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ, മുട്ട റോസ്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കത് വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. അപ്പം നമുക്കിതിൽ വെള്ളം ഒഴിക്കാം. നമുക്കിതിൽ അറിയാമല്ലോ മുട്ട എത്ര വേണം പുഴുങ്ങാനുള്ള വെള്ളം, അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് അടുപ്പിൽ വയ്ക്കുക, ഗ്യാസിൽ വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ മുട്ട വേകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് മുട്ട അതിനകത്ത് ഉപ്പ് പിടിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഞാൻ തക്കാളി, സവോള, പിന്നെ നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. എൻ്റെ അടുത്ത് ഇഞ്ചി ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഉള്ളത് മതി, നമ്മൾ അത്രയ്ക്ക് 2 മുട്ടയല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് അത്യാവശ്യം മുട്ടയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ, വെള്ളമൊക്കെ കുറച്ച് വറ്റി. അപ്പോൾ നമുക്ക് ഇനി മുട്ട മാറ്റിയിട്ട് നമുക്ക് ചട്ടി വയ്ക്കാം. ഞാൻ ഫോണ് ചെറിയ സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, അത് കാരണം കൊണ്ട് ഇപ്പുറത്ത് പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടേ കാണുന്നുണ്ടാവുള്ളൂ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചട്ടി ചൂടായിട്ട് വേണം നമുക്ക് എണ്ണ ഒഴിക്കാൻ. ഇപ്പം ഞാനിവിടെ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, സൺഫ്ലവർ. പിന്നെ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് നന്നായിട്ട് കടുകൊക്കെ പൊട്ടി വന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കണ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇല്ലേ, പച്ചമുളകൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇടാം. ഇത് ഞാൻ എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നുണ്ടാവുന്നത്, എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ ഇഞ്ചി അതിനകത്തിട്ടിട്ട് ഇഞ്ചിയും കൂടി നന്നായിട്ട് ഇളക്കി നന്നായി വെന്ത് ഇളക്കിയെടുക്കാം മൂപ്പിച്ചിട്ട്. പിന്നെ നമ്മൾ പച്ചമുളക് ഇതിനകത്ത് ഇടുന്നുണ്ട്, കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പം നമുക്ക് പച്ചമുളക് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞാട്ടാം. എന്നിട്ട് അത് അതിനകത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഉണ്ടല്ലോ, ഞാൻ 2 സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അരിയാം. അപ്പോൾ ഞാനിത്തിരി ചെറുതാക്കിയിട്ടും അരിഞ്ഞിട്ടുണ്ട്. ഞാൻ 2 മുട്ട ആയതുകൊണ്ടാണ് 2 എടുത്തത്. അതും ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കണം ഉള്ളി. നമുക്കിത് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് ഈ ഉള്ളി കളർ മാറുമ്പോൾ തന്നെ ബാക്കി നമുക്ക് തക്കാളിയും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്തിരി നന്നായിട്ട് കളർ മാറി വരുന്നുണ്ട്. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച നമ്മുടെ തക്കാളിയും ഇതിനകത്ത് ഇടാം. ഇത് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ സവോള. പിന്നെ നമുക്കിതിൽ പൊടികളാണ് ഇനി ആദ്യം ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി മഞ്ഞൾപ്പൊടി നമുക്കിടാം. ഇത് മഞ്ഞൾപ്പൊടി ഇടുന്ന സ്പൂണ് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കില്ല, അതിൻ്റെ സ്പൂണാണ് കേട്ടോ. കാരണം ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അമ്മ ഈ സ്പൂണാണ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനതിൽ മാറ്റാനൊന്നും പോയില്ല, ഞാനും അത് തന്നെ എടുത്തിട്ടാണ് ഇടാറ്. അതിൽ നമുക്ക് ഇട്ടിട്ട് ഒരളവായി അത്. പിന്നെ അതിട്ടു.
പിന്നെ നമുക്ക് മുളക് പൊടി, നമ്മളിൽ പച്ചമുളക് ഇട്ടത് കൊണ്ട് കുറച്ചിട്ടാൽ മതി, നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഞാൻ നല്ല എരിവ് ഇട്ടിട്ടില്ല, ഇത്തിരി ഇട്ടിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ വെറുതെ വേണമെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. മല്ലിപ്പൊടി ഇടാണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മാത്രം. പിന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കണം. നമുക്ക് അതിൻ്റെ നന്നായി ഉടച്ചു കൊടുക്കണം കേട്ടോ ആ തക്കാളി. അപ്പോഴാണ് നമുക്ക് ആ തക്കാളിയുടെ നീരൊക്കെ ഇറങ്ങുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചിട്ട് നമ്മൾ വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ 2 മുട്ട പുഴുങ്ങിയില്ലേ, അത് തൊണ്ടൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റുക. ഞാനത് വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ടാട്ടോ വേറെ പാത്രത്തേക്ക് മാറ്റുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് തന്നെ ഇടുമായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ വേറെ പാത്രത്തിൽ ആക്കിയിട്ട് നേരെ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എല്ലാ ഗ്രേവി ഇതിലോട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മുട്ട ഞാൻ തൊണ്ട് പൊളിച്ചിട്ട് നമ്മളത് 2 കഷ്ണമാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം. ഞാനിപ്പോൾ 4 കഷ്ണമാക്കി. അപ്പോൾ ഞങ്ങളിവിടെ 3-4 പേരുണ്ട്. അപ്പോൾ ഞാൻ 4 കഷ്ണമാക്കി. 2 മുട്ടയും അതുപോലെ ആക്കിയിട്ടുണ്ട്, 4 കഷ്ണമാക്കി മുറിച്ചു. ഇനി നമുക്ക് സോസ് ഉണ്ട് എടുത്ത്, ടൊമാറ്റോയുടെ സോസ്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെയും കൂടി ഒരു പുളിപ്പും കൂടി വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.